ഒരു സിമ്പിളായ ചോദ്യത്തോടെയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നത്. ഒരു ഭാര്യ എത്ര മോശമായി പെരുമാറിയാലും കെയർഫുള്ളായി ചിന്തിച്ച് മറുപടി പറയണം. ഈസ് ഇറ്റ് എവർ ഓക്കെ ഫോർ എ ഹസ്ബൻഡ് ടു ഫിസിക്കലി സ്ലാപ്പ് ഹിസ് വൈഫ്? താഴെ കമൻറ്റ് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റോപ്പ്. ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കണം. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു അപ്ലോഡ് ചെയ്ത ഒരു ഷോർട്ട് വീഡിയോ എനിക്ക് സമൂഹത്തെക്കുറിച്ച് തന്ന ഒരു അറിവുണ്ടല്ലോ. ഹോണസ്റ്റ്ലി ഇറ്റ്സ് ടെറിഫൈഡ് മീ. എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറയാം. ഞാനൊരു പഴയ മലയാളം സിനിമയിലെ ചെറിയൊരു ക്ലിപ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. ആ സീനിൽ ഭാര്യ ഭർത്താവുമായി വഴക്കിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൾ തിരികെ എത്തുന്നു. ഭർത്താവ് ആദ്യം ശകാരിക്കുമെങ്കിലും പിന്നീട് പറയുന്നു, ഓക്കെ, എല്ലാം ഞാൻ ക്ഷമിച്ചു, വീട്ടിലോട്ട് കയറിക്കും. അവൾ ആശ്വാസത്തോടെ അകത്തോട്ട് കയറാൻ തുടങ്ങുമ്പോൾ ഭർത്താവ് അവളെ ചേർത്ത് പിടിച്ച് ഫേസിൽ ശക്തമായി അടിക്കുന്നു. എന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്റെ കൂടെ മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റും നിനക്ക്? ഇനി തോന്നുമ്പോ പെട്ടിയെടുത്തിറങ്ങി പോകും നീ അവളെ തല്ലിയതുകൊണ്ടല്ലേ അവൾ ഇറങ്ങിപ്പോയത്? ഇന്നേ വരെ ഞാൻ എന്റെ മോളെ നുള്ളി നോവിച്ചിട്ടില്ല, അറിയാവോ? അതിന്റെ കുഴപ്പമായി കാണുന്നത്. പെട്ടിയെടുക്ക. എന്നിട്ട് അവളുടെ അമ്മയോട് പറയുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുത്താലാണ് ഇവൾ ശരിയാവുക. ഇത്രയേ ഉള്ളൂ ആ സീൻ. പക്ഷെ ഞാൻ നൽകിയ ടൈറ്റിൽ ഇതായിരുന്നു, വാട്ട് ഇഫ് ദിസ് മൂവി വാസ് റിലീസ്ഡ് ടുഡേ. ആ വീഡിയോ വൈറലായി. ഓവർ 5 lakh വ്യൂസ് ആൻഡ് മോർ ദാൻ 1000 കമന്റ്. എന്നെ തെറി വിളിച്ചവരുണ്ട്. ദാറ്റ് ഡസൻറ്റ് ബോദർ മീ അറ്റ് ഓൾ. പക്ഷെ എന്നെ ശരിക്കും പേടിപ്പെടുത്തിയത് ആ കമന്റുകളുടെ ടോണാണ്. അവൾക്ക് അത് തന്നെ വേണം. 2 അടി കൂടി കൊടുക്കാമായിരുന്നു. ഇഫ് യു വാച്ച് ദ ഹോൾ മൂവി യു വിൽ നോ വൈ ഷീ ഏൺഡ് ദ സ്ലാപ്പ്. ഒരാളല്ല, 10 പേരല്ല, 100 കണക്കിന് ആളുകൾ. ആൻഡ് മോസ്റ്റ്ലി മെൻ ജസ്റ്റിഫൈയിങ് ഡൊമസ്റ്റിക് വയലൻസ്. അപ്പോൾ തന്നെ എന്നെ അസ്വസ്ഥനാക്കിയ ആ ചോദ്യം ഇതാണ്, ഇൻ 2026 ഇന്നും ഇത്രയധികം ആളുകൾക്ക് ഒരു സ്ത്രീയെ അടിക്കുന്നത് തെറ്റല്ല എന്ന് തോന്നുന്നുണ്ടോ? ലുക്ക്, ആ സിനിമയിലെ കഥാപാത്രം തെറ്റുകാരിയായിരിക്കാം. അവൾ വഴക്കുണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. ഭർത്താവിനെ ഡിസ്റെസ്പെക്ട് ചെയ്തിട്ടുണ്ടാകാം. ദാറ്റ്സ് ജസ്റ്റ് എ സ്റ്റോറി ലൈൻ. ബട്ട് എ മിസ്റ്റേക്ക് ഇസ് നെവർ ഈസ് എ ലൈസൻസ് ടു വയലൻസ്. ഇത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം പറയുന്നതല്ല. ഇറ്റ്സ് കോസ്റ്റ് ബോത്ത് വേസ്. ഒരു ഭാര്യയ്ക്കും ഭർത്താവിനെ മർദ്ദിക്കാൻ അവകാശമില്ല. ഒരു ഭർത്താവിനും ഭാര്യയെ അടിക്കാനും അവകാശമില്ല. No human being has the legal or moral right to abuse another person. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, വഴക്കുകൾ ഉണ്ടാകാം, വേണമെങ്കിൽ സംസാരിച്ച് പിരിയാം, ഡിവോഴ്സ് വരെ ആകാം. ബട്ട് വയലൻസ് ഇസ് നോട്ട് എ സൊല്യൂഷൻ, ഇറ്റ്സ് എ ക്രൈം. എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് ആ കമന്റുകൾ എഴുതിയ ആളുകളെ കുറിച്ചാണ്. ഇൻ റിയൽ ലൈഫ് അവർ നല്ല അച്ഛന്മാരായിരിക്കാം, നല്ല ഭർത്താക്കന്മാരോ സുഹൃത്തുക്കളോ ആയിരിക്കാം. പക്ഷേ ഒരു സിനിമാ സീൻ കണ്ടപ്പോൾ പോലും അവളെ അടിച്ചതാണ് ശരി എന്ന് ന്യായീകരിക്കാൻ തോന്നുമ്പോൾ ഡേഞ്ചറസ് മൈൻഡ് സെറ്റ് ഇസ് സ്റ്റിൽ ഡീപ്ലി റൂട്ടഡ് ടു അവർ സൊസൈറ്റി. ഇന്ന് ഇതൊരു സിനിമയിലെ കഥാപാത്രമാണ്. നാളെ യഥാർത്ഥ ജീവിതത്തിൽ നിങ്ങളുടെ കൺമുന്നിൽ ഒരു സ്ത്രീ തെറ്റ് ചെയ്യുമ്പോൾ ആരെങ്കിലും അവളെ കയ്യേറ്റം ചെയ്താലും അത് നിങ്ങൾ ന്യായീകരിക്കുമോ? ദാറ്റ്സ് വാട്ട്സ് ബോദറിങ് മീ. ആരെയും ബ്ലെയിം ചെയ്യാനോ എല്ലാ പുരുഷന്മാരെയും കുറ്റപ്പെടുത്താനോ അല്ല ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഐ എം സ്റ്റേറ്റിംഗ് വൺ സിമ്പിൾ ട്രൂത്ത്. എ റോങ് കനോട്ട് ബി കറക്റ്റഡ് വിത്ത് അനദർ റോങ്. തെറ്റുകൾ തിരുത്താൻ നിയമമുണ്ട്, സംസാരിക്കാൻ വഴികളുണ്ട്, ബന്ധം അവസാനിപ്പിക്കാനുള്ള ഓപ്ഷൻസുകളുമുണ്ട്. ബട്ട് നോ വൺ ഹാസ് റൈറ്റ് ടു റൈസ് ദ ഹാൻഡ്സ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്കൊരു ഒറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ. വയലൻസ് അഗെയിൻസ്റ്റ് എ പാർട്ട്ണർ ക്യാൻ നെവർ ബി ജസ്റ്റിഫൈഡ്. കാരണം നമ്മൾ ഏത് സൈഡിൽ നിൽക്കുന്നു എന്നതല്ല, അക്രമത്തിനെതിരെ ശബ്ദമുയർത്താൻ പറ്റുന്ന ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി ആണോ നമ്മൾ എന്നതാണ് പ്രധാനം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാന്യമായ ഭാഷയിൽ താഴെ കമൻറ്റ് ചെയ്യൂ. I will be reading them. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായവർ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ സൈനിങ് ഓഫ് എം ക്രിഷ് സ്റ്റുഡിയോസ്.